കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ 4th സെമിസ്റ്റർ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സാമിനേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണുക. ഒന്നാമത്തെ സെക്ഷനിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, സെക്കൻഡ് സെക്ഷൻ പാരഗ്രാഫ് ആൻഡ് തേർഡ് സെക്ഷൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ സെക്ഷൻ 1 എഴുതുന്ന സമയത്ത് വി മസ്റ്റ് റൈറ്റ് അറ്റ്ലീസ്റ്റ് 3 or 4 ലൈൻസ് അവർ ആൻസേഴ്സ്. അപ്പം നമ്മളെ ആൻസർ എപ്പോഴും 2 or 3 ലൈൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് എഴുതിയിരിക്കണം. മുഴുവനും സീലിങ്ങിൻ്റെ മുഴുവനും എഴുതണ്ട എന്നല്ല, നിർബന്ധമായിട്ടും ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് ആൻസർ ചെയ്തിരിക്കണം. ആൻഡ് ഒരിക്കലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എഴുതാതെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് മാർക്ക് കുറയാൻ സാധ്യത. കാരണം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചെറുതാണെങ്കിലും മാർക്കുകൾ ചെറുതാണെങ്കിലും കുറേ മാർക്ക് ചെറിയ ചെറിയ മാർക്കുകൾ കൂടി ചേർന്നൊരു വലിയ മാർക്കാകുന്ന സെക്ഷനാണ്. ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് നമുക്ക് എസ്സേ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിൽ നിന്നും കിട്ടാൻ ഒരുപാട് സാധ്യതയുള്ളത്. അതുകൊണ്ട് വലിയ പാസേജ് പഠിക്കുന്നവർ തന്നെ അതിൽ നിന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ലഭിക്കുകയുണ്ടാവും. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്. ആൻസർ ഇൻ 100 വേർഡ്സ് എന്നാണ് പറയുക. 100 വേർഡ്സ് ഇസ് ഈക്വൽ ടു 1 പേജാണ്. ഒരു പേജിൽ ചെയ്യുന്നതാണ്. 5 ക്വസ്റ്റ്യൻ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷ് അല്ലാത്ത BCom BBA BSc BCA പോലത്തെ എല്ലാം മോർ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് പാസ്സാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആൻസർ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ എങ്ങനെ ചെയ്താലും 3 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം അതിനെ അറ്റൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന BCom BBA പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ അക്കൗണ്ടിങ്ങിൻ്റെ ഇങ്ങനെയൊക്കെ വന്ന് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പാരഗ്രാഫ് ആക്കുന്നുണ്ടെങ്കിലും അല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം നമ്മൾ 3 പാരഗ്രാഫ് ആക്കിയിട്ടാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ലാസ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മളെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 10 മാർക്സ് ആണ്. 10 മാർക്സ് കറക്റ്റായിട്ട് നമുക്ക് ക്യാരി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും 300 വേർഡ്സ് എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. 300 വേർഡ്സ് ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയാൽ ഇപ്പം അങ്ങനെ വേർഡ്സ് പറയുന്നില്ല. പക്ഷെ നമ്മൾ ആ 300 വേർഡ്സിൽ എഴുതിയാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 300 വേർഡ്സ് എന്ന് പറഞ്ഞാൽ 3 പേജസ് ആണ്. അപ്പോൾ 3 പേജസിൽ ആ ആൻസേഴ്സ് ഡിസ്ക്രൈബ് ചെയ്ത് വരുമ്പോഴാണ് 10 മാർക്സിൻ്റെ ആൻസറായിട്ടത് മാറുന്നത്. ദാറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു 5 പാരഗ്രാഫ്. നമ്മൾ 5 പാരഗ്രാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം അത് എഴുതാൻ വേണ്ടി. അതിൽ നിങ്ങൾക്ക് 5 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും മതി. ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, രണ്ടാമത്തെ പാരഗ്രാഫിൽ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് മനസ്സിലായത് എന്നുള്ളത് ഒരു ബ്രീഫിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫോളം വരും അത്. പിന്നെ തേർഡ് പാരഗ്രാഫ് നമുക്ക് ഒരു 3 or 5 പോയിന്റ്സ് എന്തായാലും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പഠിച്ചു വെച്ച 3 or 5 പോയിന്റ്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി 4ാമത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്തുമെന്ന് നമ്മൾ ശങ്കിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ആ 3 or 4 പോയിന്റ്സിനെ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. ലാസ്റ്റ് പാരഗ്രാഫ് ഒരു കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ എഴുതാൻ എങ്ങനെ എഴുതുമെന്ന് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നടുക്ക് എഴുതി വെച്ചിരിക്കുന്ന അത് 3 or 4 പാരഗ്രാഫിൽ എഴുതി വെച്ചിരിക്കുന്ന ആൻസേഴ്സിനെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതൊന്ന് കൺക്ലൂഡ് ചെയ്താലും മതി. ഇന്നതൊക്കെയാണ് ഞാൻ ഈ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരുന്ന രീതിയിലേക്ക് ദാറ്റ് ഷുഡ് ബി കൺക്ലൂഡഡ്. അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് ആ 10 മാർക്സിൻ്റെ ആൻസറായിട്ട് അത് മാറുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ആവശ്യപ്പെടുന്ന കുറേ ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അവർ പറയുന്ന മാർക്ക് നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടില്ല. അപ്പോൾ സെക്ഷൻ 1 പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചെറിയ ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അതിൽ ഓവറായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. സെക്ഷൻ 2 പറയുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പം നമ്മൾ 100 വേർഡ്സ് ഒരു പേജസ് മാത്രം എഴുതിയാൽ മതി. ആൻഡ് സെക്ഷൻ 3 പറയുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാലിബർ ഒന്നുകൂടി അളക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ കാലിബർ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന്
300 വേർഡ്സിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ ഫോളോ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ എത്ര പഠിച്ച് എഴുതുന്ന സമയത്തും എക്സാമിന് എന്ത് ചെയ്യില്ല, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യില്ല. ജസ്റ്റ് പാസ് മാർക്കായിട്ട് മാറും നന്നായിട്ട് എഴുതുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു 50 ഒരു 60 മാർക്കായിട്ട് മാറും. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ഒരു 75-80 ഇപ്പോൾ മാർക്സിലേക്ക് പോകത്തില്ല അവർ. അപ്പോൾ ആ 75-80 ഒരു 90ലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്രൈറ്റീരിയ കറക്റ്റായിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കൊടുക്കാൻ വേണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ഇനി വരുന്ന എക്സാംസ് 2-3 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന എക്സാംസ് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. കറക്റ്റായിട്ട് നമുക്ക് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുകയും അതേപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ റാങ്ക് കിട്ടാനൊന്നും ഒരു പ്രയാസവുമില്ല. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.